ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവസന്നിധിയിൽ എപ്പോഴും വിനയപ്പെട്ടവനും തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവനുമായിരുന്നു ദാനിയേൽ പ്രവാചകൻ. ദൈവത്തോട് ചേർന്ന് നടന്നിട്ടും ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ഗഹനമായ വെളിപാടുകൾ മനസ്സിലാക്കിയെടുക്കുവാൻ അദ്ദേഹം പ്രയാസപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് ദാനിയേൽ നോമ്പിലും ഉപവാസത്തിലും അഭയം പ്രാപിച്ചത്. അദ്ദേഹം നടത്തിയ 21 ദിവസത്തെ കഠിനമായ ഉപവാസം നോമ്പിൻ്റെ ആഴമേറിയതും അർത്ഥവത്വമായതുമായ മറ്റൊരു തലമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ലൗകികമായ സകല ആഗ്രഹങ്ങളെയും താൽക്കാലികമായി മാറ്റി നിർത്തി ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആത്മീയമായ തെളിച്ചം നേടിയെടുക്കുക എന്നതാണ് നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് ദാനിയേൽ വെളിപ്പെടുത്തുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണവും വീഞ്ഞും ഉപേക്ഷിച്ച് തൻ്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ വിനയപൂർവ്വം താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ആ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് വൃഥാവിലായില്ല. സ്വർഗം അദ്ദേഹത്തിൻ്റെ വിവേകത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ എന്തുകൊണ്ട് 21 ദിവസങ്ങൾ വൈകി എന്നതിൻ്റെ അതിശയിപ്പിക്കുന്ന രഹസ്യവും അവിടെ വെളിപ്പെടുത്തുന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്താൻ തീരുമാനിച്ച ആ 1-ാം ദിവസം തന്നെ ദാനിയേലിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കപ്പെട്ടിരുന്നു. എങ്കിലും അന്ധകാരത്തിൻ്റെ ആധിപത്യ ശക്തികൾ ആ വെളിപ്പെടുത്തലിന് തടസ്സമായി നിന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം ലഭിക്കാത്തത് ദൈവം നമ്മുടെ യാചനകൾ കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അദൃശ്യമായ ആത്മീയ പോരാട്ടങ്ങൾ അണിയറയിൽ നടക്കുന്നത് കൊണ്ടാവാമെന്ന് ഈ ദാനിയേലിൻ്റെ ജീവിതം നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് ഇപ്രകാരം ദൈവികമായ വെളിപാടുകളെ തിരിച്ചറിയുക എന്നതായിരിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നോമ്പും സ്വന്തം ആഗ്രഹങ്ങൾ ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ഒരു മാർഗമായി നാം തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ഉപവാസം എന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് മേൽ അടിച്ചേൽപ്പിക്കലല്ല, മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിത്യമായ പദ്ധതികൾ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തലാണ്. ലോകത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നമുക്ക് കേൾക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ മൃദുവായ സ്വരം തിരിച്ചറിയാൻ നോമ്പുകാലത്തെ ഈ ആത്മീയ പിൻവാങ്ങൽ നമ്മെ സഹായിക്കുന്നു. ദാനിയേലിനെ പോലെ ലൗകികമായ ആകർഷണങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ഭാവിയെയും കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങൾ നമുക്ക് മുൻപിൽ പ്രകാശപൂർണമായി തെളിഞ്ഞു വരും. ദൈവികമായ അരുളപ്പാടുകളും മറുപടികളും ലഭിക്കുവാൻ താമസിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് പരിഭ്രമിക്കുകയല്ല, മറിച്ച് കൂടുതൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നോമ്പോടും ഉപവാസത്തോടും കൂടെ പ്രാർത്ഥിക്കുക എന്നതാണ്. അല്പം കാത്തിരിക്കേണ്ടി വന്നാലും നമ്മെ കൈവിടിയാത്ത ദൈവത്തിൻ്റെ കരുതലിന് മുൻപിലാണ് നാം നിൽക്കുന്നതെന്ന ബോധ്യം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ നോമ്പുകാലം ദൈവഹിതം തിരിച്ചറിയാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും നമ്മെ പ്രാപ്തരാക്കട്ടെ. ദൈവത്തിൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ആത്മീയ തേജസ്സുള്ള ഒരു നോമ്പനുഭവം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.